Hello, good afternoon. Good afternoon. Good afternoon. Okay, good afternoon. Okay. Okay, തുടങ്ങാം. എങ്ങനെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. Now let's start. നമുക്ക് തുടങ്ങാം അല്ലേ? കുറെ പേരൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. കഴിഞ്ഞു. എന്തായാലും നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മള് കൊണ്ടുവന്നേക്കുന്ന ടോപ്പിക് ഏതാ? ആവറേജ്. ആവറേജിന്റെ നോട്ടൊക്കെ എല്ലാവർക്കും കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻസ് കിട്ടി. ഇപ്പൊ ഇത്രയും പേരുള്ളൂ അല്ലേ? ഓക്കെ. 25 ഒക്കെ ഉള്ളൂ. എല്ലാവരും നിർത്തിയോ പഠിത്തം? അപ്പൊ ആവറേജസ് ആണ്, ശരാശരി അല്ലേ? ശരാശരിയുടെ ഒരു ടോപ്പിക്കാണ് ഇന്ന് കൊണ്ടുവന്നേക്കണേ. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോ ശരാശരി, ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്തായിരിക്കും? എന്താണ് ഈ ശരാശരി അല്ലെങ്കിൽ ആവറേജ്? ആവറേജ് കാണാൻ ഇക്വേഷൻ അറിയാമോ? ആവറേജ് തുക ബൈ എണ്ണം. സം ബൈ നമ്പർ അല്ലെ? എസ് ബൈ എൻ. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് ആണ്. അപ്പൊ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കാണാനുള്ള സമവാക്യമാണ് എസ് ബൈ എൻ. എസ് എന്ന് പറയുന്നത് തുകയാണ് കേട്ടോ. തുക ബൈ എണ്ണം. തുക അതായത് നമുക്ക് കുറച്ച് സംഖ്യകൾ എന്നുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ തുക കണ്ടിട്ട് അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതാ ബിസ്ക്കറ്റ് തിന്നാൻ പറ്റും. ശരാശരി കിട്ടും. രേവതി മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആവറേജിൽ അറിയേണ്ട ആ ഒരു ഇക്വേഷൻ അതാണ്. ഇനി അത് തന്നെ ട്വിസ്റ്റ് ചെയ്ത് പല രീതിയിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നിങ്ങൾ ആവറേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്കണേ. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യണോട്ട്, അല്ലെങ്കിൽ സൗണ്ട് ഡിസ്റ്റർബൻസ് വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 7 സംഖ്യകൾ സമാന്തര ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. മധ്യപദം 15 ആയാൽ പദങ്ങളുടെ തുക. 7 numbers are arranged in an arithmetic sequence. 7 സംഖ്യ അതറിയില്ല നമുക്ക് ഏതാണെന്നൊന്നും. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോ അതിനകത്തെ മിഡിൽ ടേം മധ്യപദം 15 ആണെന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ അത്രയും പദങ്ങളുടെ ആ 15 എന്ന് പറയുന്ന മധ്യപദം അത് തന്നിട്ടുണ്ട്. പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 105, 30, 15, 48 എന്ന് തന്നിട്ടുണ്ട്. എനി ആൻസർ? 105. 105. ആവറേജ് കാണാനുള്ള ഇക്വേഷനിൽ തന്നെ കൊടുത്താൽ മതി. എസ് ബൈ എൻ അല്ലെ? നമുക്ക് തുകയാണ് കാണണ്ടേ. ഈ എസ് എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കാണണ്ടേ. ഈ എസ് കാണാൻ പറയുമ്പോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ? തുക കാണാൻ പറയുമ്പോ ഒക്കെ തന്നിരിക്കുന്ന ആവറേജും എത്ര എണ്ണത്തിന്റെ ആണോ അതുകൂടി അവിടെ ഗുണിച്ചാൽ മതി. മനസ്സിലായി? എത്രയാണ് ശരാശരി, ശരാശരിനെ തന്നിരിക്കുന്ന എണ്ണം കൊണ്ട് അങ്ങോട്ട് ഗുണിക്കാം. അപ്പൊ ഇവിടെ ശരാശരി പറഞ്ഞിരിക്കുന്നത് 15 ആണ്. 7 പദങ്ങളുടെ ആയതുകൊണ്ട് 15 × 7 ആണ്. 15 × 7 എത്രയാ? 105. 105 105 ആണ് ആൻസർ വരാം.
അതായത് തുക കാണാനുള്ള ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഇത് മുഴുവനും വലിച്ചു വാരി നമ്മൾ എഴുതണ്ട, തുകയല്ലേ കാണാൻ പറയണം. അപ്പൊ അതായത് എസ് എന്ന് പറയുന്ന മോളിലത്തെ ഈ ഒരു സാധനമാണ് കാണണ്ടേ. എസ് എന്ന് പറയുന്നത് കാണണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് നമ്മള്. അപ്പൊ ഇവിടെ എസിന് മാറ്റി കഴിഞ്ഞാൽ ബാക്കി എയും എന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്തത്. എ എന്ന് പറഞ്ഞാൽ ആവറേജ്, അത് 15 തന്നിട്ടുണ്ട്. എൻ എന്ന് പറയുന്നത് 7 ആണ്, അത് രണ്ടും കൂടി ഗുണിച്ചാൽ 105 ഉത്തരം കിട്ടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3 പേരുടെ ശരാശരി വയസ്സ് 13. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. മൂന്നാമന്റെ വയസ്സ് എത്ര? അതായത് 3 പേഴ്സൺസ് ഉണ്ട്, അവരുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 13 ആണ്. 3 ആളുകളുടെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 13 ആണ്. ഇതിനകത്തുനിന്ന് 2 പേരുടെ മാത്രം നോക്കുകയാണെങ്കിൽ അത് 14 ആണ്. 2 പേരുടെ മാത്രം ആവറേജ് ഏജ് എന്ന് പറയുന്നത് 14 ആണ്. സോ വാട്ട് ഈസ് ദ ആ ഒരാളുടെ മാത്രം ഉള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ ചെയ്യാം. 3 പേരെയും തന്നിട്ടുണ്ട്, 3 പേരെയും തന്നിട്ടുണ്ട്, 2 പേരെയും തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ സം കണ്ടുപിടിക്കും, ഇപ്പൊ ചെയ്ത പോലെ തന്നെ. അപ്പൊ 3 പേരുടേതാകുമ്പോ 3 ഇൻറ്റു 3 പേരുടെ ആവറേജ് എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിലെ 3 പേരുടെ ആവറേജ് എത്രയാണ്? ശരാശരി 13. അപ്പൊ അത് രണ്ടും കൂടി ഗുണിക്കാം, 39 കിട്ടും. ഇനി 2 പേരുടെ ശരാശരി എന്നുണ്ട്, അത് എത്രയാണ്? 14 ആണ്. 2 ഇൻറ്റു 14 അപ്പൊ എത്ര കിട്ടും? 28. ഇനി ഇത് തമ്മിൽ മൈനസ് ചെയ്താൽ പോരെ? അതായത് ബാക്കി ആ ഒരാള് മാറി നിൽക്കുന്ന ഒരാളുടെ ഏജ് എത്രയെന്ന് ചോദിച്ചാൽ ആ 2 സമ്മുകൾ നമ്മൾ മൈനസ് ചെയ്താൽ മതി. 3 പേരുടെ തുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 39. 2 പേരുടെ മാത്രം ഏജസ് കൂട്ടുമ്പോൾ 28 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരാൾ ആരാണെന്ന് അറിയാൻ വേണ്ടിട്ട് അത് നമ്മൾ മൈനസ് ചെയ്താൽ മതി. എത്ര കിട്ടും? 11 ആണ് ആവറേജ്. മൂന്നാമത്തെ ആളുടെ, അതായത് ഒരാളുടെ മിസ്സിംഗ് ആണ് അവിടെ ഏജ്, അത് അയാളുടെ ഏജ് ആണ് 11. എ 12, ബി 11, സി 10, ഡി 15 അങ്ങനെയാണ് ഓപ്ഷൻസ് തന്നിരുന്നത്. അപ്പൊ ആൻസർ 11 കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി പറയണമെന്നാണോ പറയണേ ഷിജിൻ? അതായത് ഇവിടെ 2 കാര്യങ്ങൾ പറയണേ. നമ്മളല്ലേ ഈ ഏജിലുള്ള ഇപ്പൊ ഒരാളും കൂടി കൂട്ടിച്ചേർത്തു, ഒരാളും കൂടി അതിൽ നിന്ന് പോയി എന്നൊക്കെ പറയുമ്പോഴല്ലേ യു ഹാവ് ടു ഫൈൻഡ് ദ സം. 2 ഡിഫറെന്റ് സം കണ്ടുപിടിക്കാം. 12 പേരുടെ ആവറേജ് തന്നിട്ടുണ്ട്, 3 പേരുടെ ആവറേജ് തന്നിട്ടുണ്ട്, 2 പേരുടെ ആവറേജ് തന്നിട്ടുണ്ട്. 2 പേര് മാത്രമുള്ളപ്പോ അവരുടെ ശരാശരി ഏജ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 3 പേരുള്ളപ്പോ അവരുടെയും ആവറേജ് ഏജ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് 2 സം കണ്ടുപിടിക്കാം. അപ്പൊ 12 പേരാകുമ്പോ 2 പേരായിരിക്കുമ്പോൾ ആവറേജിങ് തന്നിട്ടുണ്ട്, 3 പേരായിരിക്കുമ്പോൾ ആവറേജ്. അപ്പൊ 3 പേരാകുമ്പോ 3 പേരുടെ ആവറേജ് അവർ തന്നിരിക്കുന്നത് 13 ആണ്. അപ്പൊ സമ്മന്ന് കാണാൻ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞത് ആവറേജ് നമ്പർ കൂടി ഗുണിച്ചാൽ മതി. തന്നിരിക്കുന്ന ശരാശരിയും എണ്ണം കൂടി ഗുണിക്കുക, അതാണ് തുക കാണാനുള്ള കാര്യം. തുക കാണാനായിട്ട് നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ പോലെ ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. A = S/N ആണ്. അതിൽ S കാണണമെങ്കിൽ എയും എന്നും കൂടി ഗുണിക്കണം. അപ്പൊ 2 സെപ്പറേറ്റ് ആയിട്ടുള്ള തുകകൾ കാണണം. 3 പേരായിരിക്കുമ്പോൾ ഉള്ള തുക സം എന്ന് പറയുന്നത് 39ഉം 2 പേരായിരിക്കുമ്പോൾ ഉള്ള തുക 2 ഇൻറ്റു ആ സമയത്ത് ആവറേജ് മാറി 14 ആണ്. 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 28. ഇനി എന്ത് ചെയ്യാ? ഇത് ഇവരുടെ ഇതിൽ നിന്ന് ഒരാളുടെ, ഇപ്പൊ നോക്കിയാൽ 3 പേരുടെയും ആയിരുന്നു, 2 പേരുടെ ആയിരുന്നു, ബാക്കി ഒരാളാണ് ഉള്ളത്. അപ്പൊ ആ ഒരാളുടെ കാണാനായിട്ട് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുക, ആ സമ്മുകൾ നമ്മൾ മൈനസ് ചെയ്ത 11 ആ മാറ്റിയ ആളുടെ, അതായത് ഒരാളെ മാറ്റിയല്ലോ, ആ ആളുടെ ഏജ് എന്ന് പറയുന്നത് 11. ക്ലിയർ ആയോ ഷിജിൻ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 19 എന്ന് കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ ഇതുപോലെ തന്നെ ഇപ്പൊ ചെയ്ത പോലെ തന്നെ കുറച്ചുകൂടി അതുപോലെ തന്നെ വേറെ രീതിയിൽ ചോദിച്ചേക്കുന്നു മാത്രം. 12 നമ്പേഴ്സിന്റെ 12 നമ്പേഴ്സിന്റെ ആവറേജ് 20 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സം കണ്ടുപിടിക്കണം. 12 നമ്പേഴ്സിന്റെ സം കാണുക. അപ്പൊ എത്രയാ? 12 ഇൻറ്റു 20 എന്ന് പറയുന്നത് 240 അല്ലെ? 12 ഇൻറ്റു 2 24 ആണ്. ഒരു 0 കൂടി ഇടാം, 240. ഇനി പറയാം എന്താ? ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ഒരെണ്ണം കൂടി ചേർത്തു, ആ നമ്പേഴ്സിന്റെ കൂടെ ഒരെണ്ണം കൂടി ചേർത്തു. അപ്പൊ നേരത്തെ 12 നമ്പേഴ്സ് ഉണ്ടായുള്ളൂ, ഒരെണ്ണം കൂടി ചേർക്കുമ്പോ എത്ര നമ്പേഴ്സ് ആകും? ഒരു നമ്പർ കൂടി ചേർക്കുമ്പോ എത്ര നമ്പേഴ്സ് ആകും? 13 നമ്പേഴ്സ്. അങ്ങനെ വന്നപ്പോ ഇല്ലേ 13 നമ്പേഴ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 19 ആണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 13 ഇൻറ്റു 19. നേരത്തെ 12 ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ ഇവിടെ 19 ഇൻറ്റു 13 കൊണ്ട്, അതായത് ഒരു സംഖ്യ കൂടി ചേർന്നു. അപ്പൊ ആ ആവറേജ് മാറി, ആവറേജ് കുറഞ്ഞു. 19 ആയിരുന്നു ആവറേജ്. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോ എത്ര കിട്ടി?
247. 247. സോ ഏത് സംഖ്യയാണ് ആ കൂട്ടിച്ചേർത്തേന്ന്? ആ അധികം വന്നേക്കുന്ന സംഖ്യ തന്നെയാണ് കൂട്ടിച്ചേർത്തേനെ. എത്രയാണ് ഡിഫറൻസ്? കൂട്ടിച്ചേർത്ത സംഖ്യ കാണാനായിട്ട് നമ്മൾ അതങ്ങട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് കിട്ടാം? 7 അല്ലെ? ആ അപ്പൊ ഒരു നമ്പർ അതിന്റെ ആവറേജ്, മറ്റൊരു നമ്പർ അതിന്റെ ആവറേജ് തന്നു കഴിയുമ്പോ അതിന്റെ എന്താ പറയാ പുതിയതായിട്ട് ചേർത്തതോ അല്ലെങ്കിൽ എടുത്തു മാറ്റിയതോ ഏത് വേണമെങ്കിലും അങ്ങനെ അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ രണ്ടിന്റെയും സം കണ്ടുപിടിക്കുക, തുക കണ്ടുപിടിക്കുക. രണ്ട് സെപ്പറേറ്റ് തുകകള്, ആവറേജ് ഇൻറ്റു നമ്പർ, ശരാശരിനെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ സം കിട്ടും. രണ്ട് സെപ്പറേറ്റ് സംസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ആ സമ്മുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അല്ലാതെ ആണെങ്കിൽ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ കൂട്ടിച്ചേർത്തതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഓൾഡ് ആവറേജ് ഇല്ലേ, പഴയ ആവറേജ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ പഴയ ആവറേജ്, അതിൽ നിന്ന് എന്ത് ചെയ്യണം? മൊത്തം എത്ര എണ്ണം ഉണ്ടോ ആകെ, അതായത് കൂട്ടിച്ചേർത്തത് ഉൾപ്പെടെ എത്ര എണ്ണം ഉണ്ടോ, ടോട്ടൽ നമ്പേഴ്സ് അതിനെ എന്തുകൊണ്ട് ഈ ഇതിന്റെ ഡിഫറൻസ് കൊണ്ട്, എന്തിന്റെ ഡിഫറൻസ് കൊണ്ടാ? എത്ര എണ്ണം ആണോ നമ്മളുടെ എണ്ണത്തിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വ്യത്യാസം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു ഡിഫറൻസ് ആണ് കേട്ടാ. ഇത് വേണമെങ്കിൽ ചെയ്താലും നമുക്ക് കിട്ടും. അതായത് പഴയ ശരാശരി മൈനസ് ആകെ എണ്ണം ഇൻറ്റു വ്യത്യാസം. ഈ പഴയ ശരാശരിയും ആകെ എണ്ണം കൂടി നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അത് ബ്രാക്കറ്റിലാണ് ഇൻറ്റു ഡിഫറൻസ്. എത്ര പേരാണ് അധികമായിട്ട് വന്നത്, ആ ഡിഫറൻസ് വ്യത്യാസമാണ് ഡി എന്നുള്ള അക്ഷരം ഞാൻ ഇവിടെ കൊടുത്തേക്കണേ. അത് വേണമെങ്കിൽ അവിടെ എഴുതി വെക്കാട്ടോ. കൂട്ടിച്ചേർത്ത സംഖ്യ കാണാൻ വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റില് ഒരു ബോക്സിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കാം. ഇത് ഇക്വേഷൻ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ, അല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ ആവറേജുകൾ തന്നിട്ടുണ്ട്, ആവറേജും എണ്ണവും തന്നിട്ടുണ്ട്. ശരാശരി എണ്ണവും തമ്മിൽ കുടിച്ചാൽ ഒരു തുക കിട്ടും, മറ്റൊരു ശരാശരി എണ്ണം കൂടി കുടിച്ചാൽ അടുത്ത തുക കിട്ടും. അത് തമ്മിൽ അങ്ങോട്ട് കുറച്ചേരം മതി. അല്ലെങ്കിൽ ഇങ്ങനെ ഓൾഡ് ആവറേജ്. ഇപ്പൊ അത് വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ഓൾഡ് ആവറേജ് എത്ര തന്നെ, പഴയ ആവറേജ് എത്ര തന്നത്? പഴയ ശരാശരി 20 ആണ്. മൈനസ് ടോട്ടൽ നമ്പേഴ്സ്, ആകെ എണ്ണം എത്രയുണ്ട്? നേരത്തെ 12 പേര്, ഒരാളും കൂടി ചേർന്നില്ലേ? അപ്പൊ 13 ഇൻറ്റു ഡിഫറൻസ് എത്രയാ? ഒരാളല്ലേ കൂടിയേ? കൂടിയ. അപ്പൊ എത്രയാണത്? 1 ആണ് ഡിഫറൻസ്. അപ്പൊ എത്ര കിട്ടും? 20ന്ന് 13 കുറച്ച് കഴിഞ്ഞാൽ 7. 7 ഇൻറ്റു 1 7 തന്നെയാണ് ആൻസർ. നേരത്തെ കിട്ടിയത് 7 തന്നെയല്ലേ? മനസ്സിലായോ? ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എന്താ പറയാ രണ്ടാമത്തെ പ്രോബ്ലത്തിലും മൂന്നാമത്തെ പ്രോബ്ലത്തിലും ഒരേ രീതിയിൽ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. രണ്ട് ഡിഫറെന്റ് ആവറേജസ് വരുമ്പോ ആവറേജ് നമ്പർ കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ സം കിട്ടും. രണ്ട് വ്യത്യസ്ത സമ്മുകൾ കിട്ടിക്കഴിഞ്ഞാൽ, രണ്ട് വ്യത്യസ്ത തുക കിട്ടിക്കഴിഞ്ഞാൽ ആ തുകകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാം. ഓൾഡ് ആവറേജ് പഴയ ശരാശരി മൈനസ് ടോട്ടൽ നമ്പേഴ്സ് ആകെ എണ്ണം ഇൻറ്റു ഡിഫറൻസ്. Is it clear? Yes. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ 7 ആയിരുന്നിട്ട് ഉത്തരം. മൂന്നാമത്തേത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 12 കുട്ടികളുടെ മാർക്കിന്റെ ശരാശരി 40 എന്ന് കിട്ടി. പിന്നീട് 2 കുട്ടികളുടെ മാർക്ക് 54 പകരം 42 എന്നും 50 പകരം 74 എന്നും തെറ്റായി രേഖപ്പെടുത്തിയെന്ന് കണ്ടു. എന്നാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിന്റെ യഥാർത്ഥ ശരാശരി എത്ര? കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ 12 കുട്ടികളാണ്. ആ 12 കുട്ടികളുടെ ആവറേജ് ആണ് നമുക്ക് തന്നിരിക്കുന്ന മാർക്ക്. ആവറേജ് മാർക്ക് ഓഫ് 12 സ്റ്റുഡൻസ് ആണ് 40 തന്നേക്കണേ. പിന്നീട് അതിനകത്തേക്ക് 2 കുട്ടികളെ കൂടി ചേർത്തു. പക്ഷേ ഇല്ലേ, ചേർത്ത കുട്ടികളുടെ മാർക്കിനകത്ത് ചെറിയ ഒരു കറക്ഷൻ ഉണ്ട്. 54 എന്ന് എഴുതുന്നതിന് പകരം അവരുടെ ആ മാർക്ക് 42 എന്നാണ് രേഖപ്പെടുത്തിയത്. ആൻഡ് മറ്റൊരു കുട്ടിയുടെ 50 എന്ന് മാർക്ക് എഴുതുന്നതിന് പകരം 74 ആണ് കൂട്ടിച്ചേർത്തത്. അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള ശരാശരി എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. 41, 32, 39, 43. 39 ആണോ? 39 അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് കുറച്ച് തിരുത്തലുകൾ നടത്താനുണ്ട്. അപ്പൊ നമുക്കേ ഇവിടെ ശരിക്കും ഇവർ തന്നിരിക്കുന്ന 12 കുട്ടികൾ, യഥാർത്ഥത്തിൽ നേരത്തെ നമ്പർ എത്രയായിരുന്നു? 12 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം അതിന്റെ ആവറേജ് നമുക്ക് തന്നിരുന്നത് എത്രയായിരുന്നു? 40 ആണ്. 40 ആണല്ലോ. അപ്പൊ ഇതിന്റെ സം നമുക്ക് കണ്ടുപിടിക്കാം. ഇതിന്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. ആവറേജും നമ്പർ കൂടി ഗുണിച്ചാൽ മതി. 12 ഇൻറ്റു 40 അല്ലെങ്കിൽ 40 ഇൻറ്റു 12 എത്ര കിട്ടണ്ടേ? 450. ഓക്കെ, ഇതാണ് 12 പേരുണ്ടായിരുന്നപ്പോഴുള്ള
ടോട്ടൽ സം കിട്ടി. ഇനി ഇതിനകത്ത് എന്തോ മാറ്റം വരുത്താനുണ്ട്. എന്താണ് മാറ്റം വരുത്തേണ്ടത്? ശരിക്കും 54 പകരം 42 അവിടെ എഴുതിയേക്കണേ. എന്ന് വെച്ചാ നോക്കിയേ, 54 എന്ന് എഴുതുന്നതിന് പകരം 42 എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ മാർക്ക് എത്രയും കണ്ട് കുറഞ്ഞെടുക്കാണെന്ന് മനസ്സിലായോ? അല്ലേ? 42 എഴുതണ്ടേ, സോറി 54 എഴുതണ്ടേ. പക്ഷെ എത്ര എഴുതിയിട്ടുണ്ട് അവിടെ? 42 എഴുതിയിട്ടുണ്ട്. എത്ര മാർക്കിന്റെ കുറവുണ്ട്? ആ കുട്ടിയുടെ എത്ര മാർക്ക് കുറഞ്ഞു പോയി എഴുതിയപ്പോ? 12 മാർക്ക്. 12 മാർക്ക് കുറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ കുട്ടിയുടെ 12 മാർക്ക്, ഒരു കൊച്ചിന്റെ 12 മാർക്ക് കുറഞ്ഞു കിടക്കുന്നു. മറ്റേതോ രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 70 എന്ന് മാർക്ക് എഴുതുന്നതിന് പകരം എന്തെഴുതി? സോറി 50 എന്ന് എഴുതുന്നതിന് പകരം 74 എഴുതിയേക്കണേ. 50 എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ആ കുട്ടിയുടെ മാർക്കാണെങ്കിൽ കൂട്ടി എഴുതിയിരിക്കുന്നു. എത്ര മാർക്ക് കൂട്ടി എഴുതിയിരിക്കുന്നു? 24 മാർക്ക് കൂട്ടി എഴുതിയിരിക്കുന്നു. അപ്പൊ നമ്മൾ 2 കറക്ഷൻസ് ഇവിടെ നടത്തണം. ഒന്ന്, ഒരു കുട്ടിയുടെ 12 മാർക്ക് കുറഞ്ഞു പോയിരിക്കുന്നു, മറ്റൊരു കുട്ടിയുടെ 24 മാർക്ക് കൂടിപ്പോയിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? കുറഞ്ഞു പോയ 12 എന്ത് ചെയ്യണം? നേരത്തെ നമുക്കൊരു സം കിട്ടിയിട്ടുണ്ടല്ലോ, 450 ആണ് 12 കുട്ടികളുടെ സം. അത് നമ്മൾ കണ്ടുപിടിച്ച് 12 കുട്ടികളുടെ മാർക്കിന്റെ തുക എന്ന് പറയുന്നത് 450. ഇതില് ഒരു 12 മാർക്ക് ഒരു കൊച്ചിന്റെ കുറഞ്ഞെടുക്കല്ലേ? ആണോ? അതെ, അത് കൂട്ടണം. മാർക്ക് കുറഞ്ഞെടുക്കണം. അത് എന്ത് ചെയ്യണം? കൂട്ടണം. 12 ഒരാളുടെ മാർക്ക് 12 കുറഞ്ഞെടുക്കുന്നത്, അത് കൂട്ടണം. ഇനി വേറൊരു ആളുടെ മാർക്കോ 24 കൂടി കിടക്കണം. അപ്പൊ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ഇത് കഴിയുമ്പോൾ നമുക്കൊരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു സം കിട്ടും. നേരത്തെ 12 കുട്ടികളുടെ ആയിരുന്നു, അതിനകത്ത് കൂടി 2 കുട്ടികൾ ചേർന്നു. 2 കുട്ടികളുടെ മാർക്ക് ഫുള്ളായിട്ട് തെറ്റിപ്പോയില്ല. എന്താണ്? 52 എഴുതുന്നതിന് പകരം, സോറി 54 എഴുതുന്നതിന് പകരം 42 എഴുതി, 50 എഴുതുന്നതിന് പകരം 74 എഴുതി. അപ്പൊ ഒരെണ്ണത്തില് കുറെ മാർക്ക് കൂടിപ്പോയി, ഒരെണ്ണത്തില് കുറെ മാർക്ക് കുറഞ്ഞു പോയി. അപ്പൊ കൂടിപ്പോയതിനെ കുറയ്ക്കുകയും കുറഞ്ഞു പോയതിനെ കൂട്ടി മാർക്ക് എഴുതി ആക്ച്വൽ ആയിട്ടുള്ള സം. അപ്പൊ ശരിക്കുള്ള സം എത്രയായിരുന്നു? നോക്കിയേ, 40ന്റെ കൂടെ 12 കൂടി 480ന്റെ കൂടെ 12 കൂടി 492. പക്ഷെ അതിൽ നിന്നൊരു 24 കുറയ്ക്കുമ്പോ ബാക്കി എത്രയുണ്ട്? 468 ആണ്. സമ്മല്ല നമ്മളോട് കാണാൻ പറഞ്ഞേക്കണേ. 468 നമുക്ക് കിട്ടിയത് സം തുക കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ അതിന്റെ ആവറേജ് കാണണം. എന്താ ആവറേജ് കാണാൻ? ഇക്വേഷൻ സം ഡിവൈഡഡ് ബൈ തുക ബൈ എണ്ണം. അപ്പൊ തുക എത്രയപ്പോ എടുക്കേണ്ടത്? തുക എടുക്കേണ്ടത് എത്ര പറയും? 468 തുക എടുക്കണം. എണ്ണമോ? എണ്ണ എത്ര എടുക്കണം? 14. 12. ഇതിനകത്ത് തന്നെയാണ് 2 കൂടുതൽ കുട്ടികൾ പുറത്തുനിന്ന് വന്നതല്ല, ഈ 12ൽ തന്നെ ഉള്ള കുട്ടികൾ തന്നെയാണ് കേട്ടാ. അപ്പൊ എന്നെ എടുക്കേണ്ടത് 12 തന്നെയാണ്. പുറത്തുനിന്ന് ആഡ് ചെയ്ത കുട്ടികളല്ല. നമ്മൾ ആ 12 കുട്ടികളുടെ ശരാശരി ഇതിനകത്ത് ഒരു കുട്ടിയുടെ 2 കുട്ടികളുടെ മാർക്കിലാണ് വ്യത്യാസം കണ്ടുപിടിച്ചത്. ആ വ്യത്യാസം കണ്ടുപിടിച്ചപ്പോ നമുക്ക് മനസ്സിലായ ഒരാളുടെ 12 മാർക്ക് കുറഞ്ഞു കിടക്കുന്നു, ഒരാളുടെ 24 മാർക്ക് കൂടി കിടക്കുന്നു. 12 മാർക്ക് കുറഞ്ഞു പോയ ആളുടെ മാർക്ക് ടോട്ടൽ ആ കിട്ടിയതിന്റെ കൂടെ നമ്മൾ കൂട്ടുകയും അതേപോലെ തന്നെ കൂടിപ്പോയ ആളുടെ 24 മാർക്ക് കുറയ്ക്കുകയും ചെയ്തു. നമ്പർ ഓഫ് ആളുകളുടെ എണ്ണം ഇവിടെ വ്യത്യാസമില്ല, 12 പേര് തന്നെയാണ്. പുറത്തുനിന്ന് വേറെ വന്നവരുടെ അല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഉണ്ടായിരുന്നവർ തന്നെയാണ്. അപ്പൊ 468 ഡിവൈഡഡ് ബൈ 12. അതെ, 468നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണ്? 10 108ല് 9 ടൈംസ്. അതെ, 39 39 ആണ് കിട്ടിയേക്കണേ. ശരിക്കുള്ള ആവറേജ് കറക്റ്റ് ആയിട്ടുള്ള കണക്ക് വരുമ്പോ 39 ആയിരുന്നു ആവറേജ് കിട്ടണ്ടേ. അവര് പറഞ്ഞ നേരത്തെ ആവറേജ് അവർക്ക് കിട്ടിയത് 40. കണ്ട, ഒരു ആവറേജിൽ 1 പോയിന്റ് കുറഞ്ഞു പോയിരിക്കുകയാണ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ ആ കണക്ക്? യെസ്. അടുത്തത് 20, 25, x 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണെങ്കിൽ എക്സിന്റെ വില എന്ത്? ഒരു നമ്പർ വിട്ടുപോയിട്ടുണ്ട്. ആ നമ്പറിന്റെ പകരം അവിടെ എക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സിന്റെ വില കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കണേ. 20 എന്താ കാണേണ്ടത്? ആവറേജ് കാണാനാ പറഞ്ഞേക്കണേ. ശരാശരി കാണാനുള്ള സമവാക്യം എന്താ? സോറി, ആവറേജ് കാണാനല്ല, എക്സിന്റെ വില കാണാനാ പറഞ്ഞേക്കണേ.
ആവറേജ് ആണെങ്കിൽ ഇക്വേഷൻ എന്താ? സം ബൈ നമ്പർ ആണ് അല്ലെ? തുക ബൈ എണ്ണം. ഇവിടെ ആവറേജ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ആവറേജ് തന്നേക്കണേ? 27. അപ്പൊ 27 എന്ന് പറയുന്ന ആവറേജിന്റെ സ്ഥാനത്ത് ഞാൻ കൊടുത്തു. ആവറേജ് ഈസ് ഈക്വൽ ടു തുക. തുകയ്ക്ക് വേണ്ടി ഞാൻ അതെല്ലാം കൂടി ഇവിടെ പ്ലസ് പ്ലസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി തുക കാണുക. ബൈ നമ്പർ 5 ഐറ്റം ആണ് തന്നേക്കണേ. അതുകൊണ്ട് 5 ആണ് അതിന്റെ എന്ത് വിളിക്കുക? 5 ആണ് നമ്പർ, എണ്ണം എന്ന് പറയാ. അപ്പൊ ഇനി കൂട്ടിയേ നിങ്ങൾ 27 അങ്ങനെ തന്നെ നമ്മൾ ഇറക്കി ചെയ്തും ഇസ് ഈക്വൽ ടു 20 25 കൂട്ടി കഴിഞ്ഞാൽ 45. 45ഉം എന്താ പറയാ 20 65 65 70 73 105 അല്ലെ? 105 പ്ലസ് എക്സ്. അവിടുത്തെ എക്സ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് എക്സ് അങ്ങനെ തന്നെ ഇടാ. ബൈ 5 എന്ന് താഴെ കൊടുക്കാം. ഇപ്പൊ നോക്കാം, നിങ്ങൾക്ക് 27 സമം 105 പ്ലസ് എക്സ് ബൈ 5 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആ ഒരു സാധനം കൂടെ സിംപ്ലിഫൈ ചെയ്തത് ഈ 5 ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ളതാ. അത് ഇങ്ങടേക്ക് ഉണ്ടാകും. അപ്പൊ ഇൻറ്റു ആകും. അപ്പൊ എന്ത് വരും? 27 ഇൻറ്റു 5 സമം 105 പ്ലസ് എക്സ് എന്നാകും. എക്സ് അവിടെ നിൽക്കട്ടെ, നമുക്ക് കുളിച്ച് ഒക്കെ ബാക്കിയൊക്കെ കഴിയുമ്പോ കിട്ടും, ഉത്തരം കിട്ടും. 27 5 കൊണ്ട് കുളിച്ചാ 35 ഈ പ്ലസ് 105 നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഈക്വൽ സൈഡ് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അതെന്തായി? മൈനസ് 105 അല്ലെ? ഇസ് ഈക്വൽ ടു എക്സ് അങ്ങോട്ട് തരുന്നത്. എന്താ ഈ 105 ഞാൻ ഈക്വൽ സൈഡിന്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇട്ടു. എക്സ് അങ്ങോട്ട് തന്നെ ഇറക്കി എഴുതിയോളൂ. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ സൈൻ ഓഫ് എക്സ്. എക്സിന്റെ ചിഹ്നം മാറിയിട്ടൊന്നുമില്ല കേട്ടോ. എക്സ് അങ്ങനെ തന്നെ ഇറക്കി എഴുതിയോളൂ. 105 ആണ് ഇപ്പുറത്തെ കൊണ്ടുവന്നത്. അതുകൊണ്ട് എക്സ് 105ന്റെ ചിഹ്നം മാറി മൈനസ് 105 ആയി. അപ്പൊ എത്ര കിട്ടിയ ആൻസർ? എക്സിന്റെ വില എത്ര കിട്ടിയല്ലോ? 30 എക്സിന്റെ വില. 135ന്ന് 105 കുറച്ചാൽ 30 ആണ് എക്സിന്റെ വില കിട്ടുക. അപ്പൊ അതും വേറെ രീതിയിലാണ് എക്സിന്റെ വില കണ്ടുപിടിക്കാൻ ആവറേജസിനകത്ത് വരാറുണ്ട്. അപ്പൊ എവിടെയാണോ നമുക്ക് തരാത്ത എക്സ് അവിടെ തന്നെ കൂട്ടി എഴുതുമ്പോൾ പ്ലസ് എക്സ് ആയിട്ട് സെപ്പറേറ്റ് ഇടാം. ബാക്കിയുള്ള സംഖ്യകളെല്ലാം കൂട്ടുക, എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ എണ്ണത്തിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ശരാശരിയെ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷൻ പോലെ ഫോം ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എക്സിന്റെ വില കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എവിടെ പോയി? ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 200 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 200 നാച്ചുറൽ നമ്പേഴ്സ്? എന്താ? തുക ബൈ എണ്ണം തന്നെയാണ് ഒരു രീതി അല്ലെ? തുക ബൈ എണ്ണം. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിന്റെ സംഖ്യ നമുക്കറിയാല. എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. എന്താ അത്? n plus 1/2. n into n plus 1/2. n into n plus 1/2. വെറുതെ n plus 1/2 അല്ല, n into n plus 1/2 ആണ് തുക. ഞാൻ ചോദിച്ചത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യമാണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ ഇക്വേഷൻ n into n plus 1/2. ഇവിടെ 200 സംഖ്യകളുടെയാണ് ചോദിച്ചത്. അപ്പൊ 200 ഇൻറ്റു 200 പ്ലസ് 1. n പ്ലസ് 1 എന്ന് പറയുമ്പോൾ 200 പ്ലസ് 1 201 ബൈ 2 അല്ലെ? 201 ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഇവിടെ നമുക്ക് ഈ 2നെ 200 കൊണ്ട് വെട്ടിച്ചേർത്താക്കാം 100 പ്രാവശ്യം. അപ്പൊ എത്ര കിട്ടിയ? എത്ര കിട്ടി? 200 20,100. അതെ, 20,100 അല്ലെ? 20,100 ആണ് നമുക്ക് സം കിട്ടിയത്. സം ആണ് ഇപ്പൊ ഞാൻ എഴുതിയത്. ഇനി നമുക്ക് കാണേണ്ടത് എന്താ? നമ്മളോട് ചോദിച്ചത് ആവറേജ് ആണ്. സം ഡിവൈഡഡ് ബൈ നമ്പർ. സം എത്രയാ? 201 2 0 ഇടാ. ഡിവൈഡഡ് ബൈ നമ്പർ. എത്ര സംഖ്യയുടെയാണ് ചോദിച്ചത്? 200. അപ്പൊ 200 എണ്ണത്തിന്റെ ആവുമ്പോ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 പൂജ്യങ്ങൾ വെട്ടിച്ചെറുതാക്കാം. ബാക്കി 201 ബൈ 2 ആണ്. 201 ബൈ 2. 201ന്റെ പകുതി. 201ന്റെ പകുതി എത്രയാ? 200ന്റെ പകുതി 100 ആണ് അല്ലെ? പിന്നെ ഒരു 1 ഉണ്ട്. 1ന്റെ പകുതി 100.5. കണ്ടോ? അപ്പൊ നമ്മള് എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ആ കിട്ടിയ ആൻസറിനെ ആവറേജ് കാണാനായിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതൊരു രീതിയാണ്. ഇനി മറ്റൊരു രീതിയിലും ഇത് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാൻ പറ്റും? എന്റെ ഒരു ഇക്വേഷൻ പോലെ ചെയ്യുകയാണെങ്കിൽ എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാൻ എന്ത് ചെയ്യണമെന്നറിയോ? അതെ, എത്രയെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാൻ പറയുമ്പോ ഇല്ലേ, അതിനകത്ത് എത്ര എണ്ണത്തിന്റെ നോക്കാം. ഇപ്പൊ 300 എണ്ണത്തിന്റെ പറഞ്ഞാൽ 300 പ്ലസ് 1.
അതിന്റെ പകുതി ചെയ്താൽ മതി. ഓക്കെ, 300 + 1 എത്ര കിട്ടും? അതായത് ആ സംഖ്യയോട് കൂടി 1 കൂട്ടിയിട്ട് അതിനെ പകുതിയാക്കുക. അപ്പൊ 300 + 1 301. 301/2 301/2 എന്ന് പറയുമ്പോ 300ന്റെ പകുതി 150 അല്ലെ, 150.5 ആണ് കിട്ടുക. അപ്പൊ അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. വേണമെങ്കിൽ അവിടെ എഴുതി വെച്ചേക്കാം. ആരെങ്കിലും ഒക്കെ എഴുതണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. എണ്ണൽ സംഖ്യകളുടെ ശരാശരി, ആവറേജ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ആവറേജ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഈസ് ഈക്വൽ ടു n + 1/2. സംഖ്യയോട് 1 കൂട്ടി അതിന്റെ പകുതി, അതാണ് n + 1/2. n + 1/2. ഓക്കെ, അടുത്തത് അപ്പൊ നിങ്ങളൊന്ന് ചെയ്തേ. ആദ്യത്തെ 39 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രാന്ന്? ആദ്യത്തെ 39 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 2 രീതിയിലും ഒന്ന് ചെയ്തു നോക്കിയേക്ക്. ഇപ്പൊ നിങ്ങൾ 39 അല്ലേ, അപ്പൊ 39ന്റെ കൂടെ 1 കൂട്ടി, ഇപ്പൊ 40, 40ന്റെ പകുതി 2, സോറി 40ന്റെ പകുതി 20, അങ്ങനെ എഴുതി. ആ രീതിയിലുള്ള മറ്റു രീതിയിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾ 2 രീതിയിൽ ചെയ്തു നോക്കുക. എല്ലാം പ്രാക്ടീസ് ചെയ്യണം, നല്ലതാ. അപ്പോഴും ഈ പറഞ്ഞ 20 തന്നെയാണോ കിട്ടണേ നോക്ക്, വേറെ ആൻസർ ആണോ നോക്ക്. ഓക്കെ ആണല്ലോ? 20 കിട്ടിയല്ലോ 2 രീതിയിലും? വ്യത്യാസമുണ്ടോ? ആ, ഇല്ല. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാണ്. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി പ്രായം 14 വയസ്സാണ്. ക്ലാസ് അധ്യാപകന്റെ പ്രായം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി പ്രായം 15 ആയാൽ ക്ലാസ് അധ്യാപകന്റെ പ്രായം എത്ര? നേരത്തെ ചെയ്തതുപോലത്തെ കേട്ടാ. രണ്ടാമത്തെയും അല്ല സോറി മൂന്നാമത്തെ 4ാമത്തെ ഒക്കെ പ്രോബ്ലം ചെയ്തതുപോലെ ഒന്ന് ചെയ്തേ തന്നെ. 30 കുട്ടികളുടെ ശരാശരി പ്രായം തന്നിട്ടുണ്ട്. അപ്പൊ 30 × 14 ചെയ്യാം. ഒരധ്യാപകനെ കൂടി ചേർത്തു. അപ്പൊ 30 എന്നുള്ളത് 31 ആയി. 31 × അയാളുടെയും കൂടി ചേർത്തപ്പോഴുള്ള ശരാശരി പ്രായം തന്നിട്ടുണ്ട് 15 ആണ്. അപ്പൊ 31 × 15, അപ്പോഴതും ചെയ്യാം. തന്ന് കിട്ടിയ ആൻസേഴ്സ് നമ്മൾ മൈനസ് ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് ചെയ്യട്ടെ. $45 എല്ലാവർക്കും കിട്ടിയോ? 45 ആണെന്ന് ഉത്തരം. കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയെന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ വ്യത്യാസമാണ്. ആദ്യത്തെ 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? What is the average of first 101 odd numbers? ആദ്യത്തെ 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്ത് ചെയ്യണം? 101 ഒറ്റ സംഖ്യകളുടെ ശരാശരി 101 തന്നെയാണെന്നാണ് പറയണത്. അതായത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാലോ, ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ഇക്വേഷൻ. നമുക്കറിയാം അതേതാ? n² അല്ലെ? ഒറ്റ സംഖ്യകളുടെ എന്താ പറയാ ടോട്ടൽ സം കാണാനുള്ള ഇക്വേഷൻ, ഓഡ് നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ n² ആണ്. എത്ര എണ്ണത്തിന്റെയാണോ ആ എണ്ണത്തിന്റെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്കറിയാം 101ന്റെ സ്ക്വയർ ആണ്. 101ന്റെ സ്ക്വയർ ആണ്. ഇനി അതിന്റെ ആവറേജ് കാണണമെങ്കിലോ ശരാശരി കാണുമ്പോഴോ ആ n²നെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് ഇതിനെ തന്നെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എണ്ണം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 101 എണ്ണമാണ് ചോദിച്ചേക്കണേ. അപ്പൊ 101നെ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 101 സ്ക്വയർ ആണ്, 2 എണ്ണം ഉണ്ടെന്നാണ് അർത്ഥം. അത് ഇത് ഒരെണ്ണം അടിയിലത്തെ വെട്ടിക്കളയാം. 101ന്റെ സ്ക്വയർ മീൻസ് 101 × 101 എന്നാണ്. അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം കളഞ്ഞു, അടിയിലത്തെ ഒരെണ്ണവുമായിട്ട് മുകളിലത്തേനെ വെട്ടി, ബാക്കി 101 ആണ് ആൻസർ.
ഓക്കെ, അല്ലെങ്കിൽ 101. നമുക്ക് തന്നിരിക്കുന്ന ആ നമ്പർ അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. കാരണം അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 2 മാറും. അപ്പൊ അതിനെ എന്തായാലും എന്നോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു നമ്പർ വെട്ടിപ്പോകും, ഒരെണ്ണം വെട്ടിപ്പോകും, ബാക്കി ഒരെണ്ണം നിൽക്കും. ആൻസർ സെയിം ആ നമ്പർ തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലാസ്സിലെ 9 കുട്ടികളുടെ ശരാശരി ഉയരം 160 സെന്റിമീറ്റർ ആണ്. ആ ക്ലാസ്സിൽ പുതിയതായി ഒരു കുട്ടി കൂടി ചേർന്നപ്പോൾ ശരാശരി ഉയരം 161 സെന്റിമീറ്റർ എങ്കിൽ പുതിയതായി വന്ന കുട്ടിയുടെ ഉയരം. നേരത്തെ ചെയ്ത പോലത്തെ തന്നെ പ്രോബ്ലം ആണ്. വീണ്ടും 9ാമത്തേന്റെ അല്ല 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വായിക്കുന്നത്. 10ാമത്തേന്റെ ആൻസർ വേണ്ട എനിക്ക്. 150 സെന്റിമീറ്റർ, 155 സെന്റിമീറ്റർ, 160 സെന്റിമീറ്റർ, 170 സെന്റിമീറ്റർ. What is the correct answer? സെന്റിമീറ്റർ. എല്ലാവർക്കും കിട്ടിയല്ലോ അത് തന്നെ? സൗണ്ട് ഇല്ലേ? ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? കേക്കാം. ആരും സംസാരിക്കണേ, ഒന്നും പറയണില്ലേ ഇങ്ങോട്ട് മറുപടി? ഇടയ്ക്കൊക്കെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുന്നതാ. ഇപ്പൊ ഒന്നും കേൾക്കണ്ടായപ്പോ ഞാൻ വിചാരിച്ചെങ്കിൽ നിങ്ങളുടെ സൗണ്ട് മ്യൂട്ടായി പോയോ എന്ന് വിചാരിച്ചു, എല്ലാവരെയും കൂടെ ഒരുമിച്ച്. അതില് 161 സെന്റിമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. എന്തോ ക്വസ്റ്റ്യനെ അതില് മിസ്റ്റേക്ക് ഉള്ള പോലെ. 9 കുട്ടികളുടെ ശരാശരി ഉയരം 16 സെന്റിമീറ്റർ. ആ ക്ലാസ്സിൽ പുതുതായി ഒരു കുട്ടി കൂടി ചേർന്നപ്പോൾ ശരാശരി ഉയരം 160. 160 ആണോ? 160 സെന്റിമീറ്റർ. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ തന്നത് തെറ്റായിട്ട് തന്നിരുന്നത്. 16 സെന്റിമീറ്റർ എന്നാ തന്നിരുന്നത്. ആണോ? ആ എന്റെ ബുക്കിൽ 16 അല്ല 160. ഞാൻ എന്റെ ബുക്ക് നോക്കിയാ വായിക്കണം. അവര് ചിലപ്പോ എടുത്ത് എഴുതിയപ്പോ ഉള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പൊ തെറ്റിയിട്ടുണ്ടോ ഉത്തരം? ചെയ്തപ്പോ തെറ്റി. 16 വെച്ചിട്ടാ ചെയ്തത്. 16 വെച്ച് ചെയ്തപ്പോ തെറ്റ് വന്നു, അതാണ്. കിട്ടിയോ? 170 ഇപ്പൊ ശരിയായി, ഇപ്പൊ ശരിയായി. അത് മതി. അത് അവര് ചിലപ്പോ എഴുതിയിട്ടപ്പോ 0 കണ്ടുണ്ടാവില്ല. എന്താണാവോ, കാണാൻ മാത്രം ഉണ്ട്. ശരിക്കും കറക്റ്റായിട്ട് 160 കാണാം. എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് ഓക്കെ. ആ 9 ഉത്തരം കറക്റ്റ് ആയില്ലോ. ഇപ്പൊ ഇനി സംശയമില്ലല്ലോ. 170 സെന്റിമീറ്റർ കിട്ടിയില്ലോ 9ാമത്തെ ആൻസർ. കിട്ടി. വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇനി ആർക്കെങ്കിലും കിട്ടാത്തത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഓക്കെ, അടുത്തതില് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് കുറച്ച്, അതായത് നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നതിന്റെ ആയിട്ടല്ല, നിങ്ങൾക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലേ? ഒരു 10 ക്വസ്റ്റ്യൻസ് വേറെ ഇല്ലേ? അല്ലെങ്കിൽ എത്ര വരെയുള്ള? ഇല്ലല്ലോ, 14 വരെ ഉണ്ട്. ശരി, 14. ആദ്യത്തെ 20 സംഖ്യകളുടെ ശരാശരി 15 ആണ്. അവയിൽ ആദ്യത്തെ 12 സംഖ്യകളുടെ ശരാശരി 8 എങ്കിൽ ബാക്കി സംഖ്യകളുടെ ശരാശരി എത്ര? വേറെ രീതിയിലാണ് ഇതൊക്കെ. പല പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ട്ടാ. 20 സംഖ്യകളുടെ ശരാശരി കാണുക, ശരാശരി വെച്ചിട്ട് തുക കാണുക. പിന്നെ അതുപോലെ തന്നെ 12 എണ്ണത്തിന്റെ ശരാശരി എന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് തുക കാണുക, ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിന്റെ തുകയല്ല ചോദിച്ച, ശരാശരിയാ ചോദിച്ചേക്കണേ. ആൻസർ എത്രയാന്ന് പറയും. 25.5. 25.5 എല്ലാവർക്കും കിട്ടിയോ നോക്കിയേ? കിട്ടിയില്ല എന്നാണോ പറഞ്ഞത് ദിവ്യ? അതെന്തിയെ? നേരത്തെ ചെയ്ത പോലെ തന്നെ 20 സംഖ്യകളുടെ ശരാശരി അല്ലേ നേക്കണം. അപ്പൊ 20ന്റെ സം കാണണം. തുക 20 × 15. 15 ശരാശരി നേക്കണം. അപ്പൊ എത്ര കിട്ടും? 300. ഓക്കെ. പിന്നെ 12 സംഖ്യകളുടെ ശരാശരി എന്നുണ്ട്. 12 എണ്ണത്തിന്റെ 8 നേക്കണം. 12 × 8 96 അല്ലെ? 96 അല്ലേ? അതെ. ഇനി ഇതിന്റെ വ്യത്യാസം
നെറ്റ് കട്ടായി പോയതാണേ. ഹലോ, കേക്കാമോ? കേൾക്കാം. എല്ലാം കട്ടായി പോയി. ഓക്കെ, അപ്പൊ 204 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നിങ്ങൾക്ക് കിട്ടിയത് 204 ആണ്. 15 എണ്ണത്തിന്റെ 20 എണ്ണത്തിന്റെ 15 കിട്ടി. അതിൽ നിന്ന് നമ്മൾ സം കണ്ടുപിടിച്ചു 300. പിന്നെ 12 എണ്ണത്തിന്റെ ആവറേജ് വന്നിട്ടുണ്ടായി 8. അപ്പൊ 12 × 8 96. അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം 204. എന്നിട്ട് നമ്മൾ പിന്നെ പുതിയ ആവറേജ് കണ്ടുപിടിക്കാം. പുതിയ ശരാശരി 204 ഡിവൈഡഡ് ബൈ 8 കൊണ്ട് ഹരിക്കണം. അതായത് 8 കൊണ്ട് 8 ആണ്. കാരണം 20 എണ്ണത്തിന്റെ 12 എണ്ണത്തിന്റെ തന്നിട്ട് ബാക്കിയുള്ളതിന്റെ കാണാനാ പറഞ്ഞത്. അപ്പൊ 20 ന്ന് 12 കുറച്ച് ബാക്കി 8 എണ്ണത്തിന്റെ കാണണേ. എനിക്കൊന്ന് ലിങ്ക് ചെയ്ത് വീണ്ടും പോയി, വൈറ്റ് സ്ലേറ്റ് ഒക്കെ പോയി. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോഴേക്കും പ്രസന്റ് ചെയ്യട്ടെ. അങ്ങനെയാണ് എത്ര കിട്ടിയത്? 25.5 കിട്ടിയോ നോക്കി എല്ലാവരും. 25.5 ആൻസർ ഉണ്ടോ? കിട്ടി. ഓക്കെ, അടുത്തത് കുറച്ച് സംഖ്യകൾ എന്നിട്ട് അതിന്റെ ശരാശരി കാണാനാണ്. ശരാശരി കാണാൻ പറഞ്ഞേക്കുന്ന സംഖ്യകൾ ഇതൊക്കെയാണ്: 12, 14, 17, 22, 28 ആൻഡ് 33. ഇത്രയും സംഖ്യകളുടെ ശരാശരി കാണുക. തുക ബൈ എണ്ണം വെച്ച് മാച്ച് ചെയ്തേ. കിട്ടിയോ? 21. യെസ്, വെരി ഗുഡ്. 21 ആണ്. കിട്ടാത്തവരുണ്ടോ? 21 സംഖ്യകളെല്ലാം കൂടി കൂട്ടി എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര എണ്ണം ഉണ്ട്? 6 സംഖ്യകളുടെ ശരാശരിയാണ് കാണേണ്ടത്. 6 എണ്ണം. സ്ക്രീനിൽ 6 എണ്ണം ഉണ്ട്. 12, 14, 17, 22, 28, 33 എല്ലാം കൂടി കൂട്ടുക. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത വീണ്ടും 6 സംഖ്യകളുടെ ശരാശരി 9ഉം 4 സംഖ്യകളുടെ ശരാശരി 8ഉമാണ് അവശേഷിക്കുന്ന സംഖ്യകളുടെ ശരാശരി. ശരാശരി കാരണം അവസാനത്തെ സംഖ്യകളുടെ മറ്റേ തുകയല്ല കേട്ടോ, ശരാശരിയാണ് കാണേണ്ടത്. ശരാശരി കാണാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞോട്ടെ. തീർന്നോ എല്ലാവരുടെയും? 13ാമത്തെ പ്രോബ്ലം വരെ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. 14ാമത്തെ കണക്കുണ്ട്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് ഒരാൾ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിലും തിരിച്ച് 60 കിലോമീറ്റർ വേഗതയിലും യാത്ര ചെയ്തു. എ മുതൽ ബി വരെയുള്ള അകലം 12 കിലോമീറ്റർ എങ്കിൽ അയാളുടെ ശരാശരി വേഗത എന്ത്? ഇതും എപ്പോഴും ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ ടു ബി ഒരാള് 40 കിലോമീറ്റർ പെർ മീറ്റർ എന്താ പറയാ അവർ വേഗതയിലും തിരിച്ച് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇനി എ മുതൽ ബി വരെയുള്ള അകലം തന്നിട്ടുണ്ട് 12 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ശരാശരി വേഗത കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? സെപ്പറേറ്റ് കാണുന്നില്ല. ശരാശരി വേഗത കാണാൻ എന്താ ഇക്വേഷൻ? ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ ടൈം. എത്ര? 2ab by a plus 2ab by a plus b അല്ലെ? 2ab by a plus b അല്ലെങ്കിൽ 2xy by x plus y. എയോ ബിയോ എന്ത് വേണമെങ്കിലും വെച്ച് ചെയ്യാം. എ ബി ഉപയോഗിക്കാം അല്ലെങ്കിൽ എക്സ് വൈ ഉപയോഗിക്കാം. എന്തായാലും ശരി തന്നെ. അപ്പൊ ഇനി ഈക്വൽ ടു 2ab എന്തൊക്കെയാണ്? ഈ എയും ബിയും അല്ലെങ്കിൽ എക്സ് വൈയും ഒക്കെ എന്തൊക്കെയാ? ആ ഡിഫറന്റ് സ്പീഡ് തന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വേഗതകളാണ് ആ തന്നിരിക്കുന്നത് എക്സ് വൈയും അല്ലെങ്കിൽ എയും ബിയും ഒക്കെ കേട്ടാ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് 2 ഇൻറ്റു ഏതൊക്കെയാണ് വേഗത? നിങ്ങളെ 40ഉം 60 അല്ലെ? 40ഉം 60. അപ്പൊ 40 ഇൻറ്റു 60, 2 ഇൻറ്റു 40 ഇൻറ്റു 60 ബൈ അടിയില് ഇതേ 40ഉം 60 എന്ത് ചെയ്യണം? കൂട്ടണം. 40 + 60 അടിയിൽ ചെയ്യണം.
നേരിട്ട് ദേ ഇവിടെ അടിയിൽ മോളിൽ നിന്ന് വെട്ടാനൊന്നും പാടില്ല കേട്ടോ. കാരണം ഒരെണ്ണം 40 + 60 ആണ്, മോളിൽ കിടക്കുന്നത് 40 × 60 ആണ്. അപ്പൊ വെട്ടാൻ പാടില്ല. നേരെ ഗുണിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ താഴ്ത്തത് കൂട്ടി കഴിഞ്ഞിട്ട് മാത്രമേ വെട്ടിച്ചേർത്താക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അതനുസരിച്ച് ചെയ്യാം. എത്ര കിട്ടുമെന്ന് പറഞ്ഞു എന്നിട്ട്? 48 km/h ആണോ? അതെ. അതെ. ഓക്കെ, അപ്പൊ നമ്മള് കൊണ്ടുവന്ന് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? 48 km/h കിട്ടിയില്ല. കൊണ്ടുവന്ന ക്വസ്റ്റ്യൻസ് തീർന്നത്. വീണ്ടും നെറ്റ് കട്ടായി പോയിരുന്നു. എന്റെ പ്രസന്റേഷനും പോയി. ഓക്കെ, ക്വസ്റ്റ്യൻ പറയട്ടെ ഞാൻ. കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇതിനകത്തെല്ലാം വേറെ ആയിട്ടുള്ളത് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഞാനിത് കണക്ട് ചെയ്യാം. മറ്റേ പ്രസന്റ് ചെയ്യുന്നത് എന്തോ നോക്കട്ടെ. എന്തെങ്കിലും മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം വീണ്ടും വീണ്ടും കട്ടായി പോകുന്നുണ്ട്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. പറയുന്ന ചോദ്യം ഇതാ. 28 എഴുതിക്കോട്ടാ. 28, 25 കോമിട്ട് എഴുതണേ. 28, 25, 20 20, 22, കെ എന്ന് പറയുന്ന വാല്യൂ ഇതാ. കെ, 24 എന്നീ സംഖ്യകളുടെ ശരാശരി എന്നീ സംഖ്യകളുടെ ശരാശരി 23 ആയാൽ 23 ആയാൽ കെയുടെ വിലയുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കോ? 28 23, 25, 20, 22, കെ, 24 എന്നീ സംഖ്യകളുടെ ശരാശരി 23 ആയാൽ കെയുടെ വിലയെന്ത്? നേരത്തെ നമ്മൾ എക്സിന്റെ ഒരെണ്ണം ചെയ്തില്ലേ? അതുപോലെ ഒന്നും കൂടി ചെയ്തേ. വേഗം ആൻസർ പറഞ്ഞു തന്നിട്ട്. എല്ലാവർക്കും കിട്ടിയോ 24? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആൻസർ കിട്ടിയെങ്കിൽ പറയാം.
വേറെ ആർക്ക് കിട്ടിയില്ല? അതെ, 24 ആണ്. കിട്ടിയില്ല അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ 24 കുറെ പേർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ്, കിട്ടിയില്ലെങ്കിൽ പറയണം, എന്നാലേ എനിക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. എട്ടിന്റെ ഗുണിതങ്ങളായ, അടുത്ത ക്വസ്റ്റ്യൻ, എട്ടിന്റെ ഗുണിതങ്ങളായെന്നല്ല, ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? എട്ടിന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി എത്ര? ഫൈൻഡ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 20 മൾട്ടിപ്പിൾസ് ഓഫ് 8. എട്ടിന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി. എട്ടിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോ എന്താ? എട്ടിന്റെ ഗുണിതങ്ങൾ എന്തൊക്കെയാണ്? 8, 16, 24, 32 അങ്ങനെ പോകും അല്ലെ? അങ്ങനത്തെ എത്ര? 23 മിസ് 24. സോറി, 24. 24, 8, 16, 24, 32. എഴുതാനുള്ള ഒരു ജാഗ്രതയിൽ പെട്ടെന്ന് 3 അവിടെ കയറിപ്പോയി. 32. അങ്ങനത്തെ എത്ര എണ്ണത്തിന്റെ? 20 എണ്ണത്തിന്റെ. അപ്പൊ 20ാമത്തെ മൾട്ടിപ്പിൾ ഓഫ് 8 ഏതാ? 20ാമത്തെ മൾട്ടിപ്പിൾ ഓഫ് 8 160 അല്ലെ? അപ്പൊ 160. അപ്പൊ 20ാമത്തത് 160 ആണ്. അപ്പൊ ഇതുവരെയുള്ള സംഖ്യകളുടെ എന്താ പറഞ്ഞേക്കണേ? ശരാശരി കാണാനാ പറഞ്ഞേക്കണേ. അപ്പൊ നോക്കിയേ, ഈ 8ന്റെ ഗുണിതങ്ങളാണിത്. നമുക്കില്ലേ ഈ ഇതിലൊന്ന് സിമ്പിൾ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിലേ, ഈ 8ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട്, 8ന്റെ ഗുണിതമായതുകൊണ്ട് 8നെ നമ്മൾ പുറത്തെടുത്തിട്ടേ ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതിയാലോ? 1, 2, 3, 4. അത് തന്നെ, 1, 2, 3, 4 എന്ന് എഴുതാം. 1, 2, 3, 4 അങ്ങനെ എത്ര വരെ? 20 വരെ. അതാണല്ലോ അതെ. നോക്കിയേ, 8 × 20 160. ഓക്കെ, 160 ആണ് ഏറ്റവും അവസാനത്തെ സംഖ്യയായിട്ട് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 8നെ അവിടെ നിർത്തിയിട്ട് ഈ ഉള്ളിൽ കിടക്കുന്നതിന്റെ മാത്രം സം കാണാം. എത്ര വരെയുള്ള സമ്മാണ് കാണണ്ടേ? 20 തുടങ്ങി 20 വരെയുള്ളതിന്റെ സം കണ്ടാൽ മതി. 1 + 2 + ഇത് ഈ 8ന്റെ ഗുണിതമുള്ള 8 എന്നിട്ട് ലാസ്റ്റ് ഗുണിച്ചാ പോലെ. ഈ ഉള്ളിൽ കിടക്കുന്ന എല്ലാത്തിനെയും കൂടി പ്ലസ് ചെയ്തിട്ട് അങ്ങനെ കൂട്ടി 20 വരെ. നമുക്കറിയാം 20 സംഖ്യകളുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കണ്ടാൽ മതി. 20 സംഖ്യകളുടെ തുക. അപ്പൊ n × n+1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 8 അവിടെ തന്നെ ഇൻഡു ആയിട്ട് കിടക്കട്ടെ. അപ്പൊ അതിന്റെ ഉള്ളില് n × n+1 എന്ന് പറയുമ്പോ എത്രയാണ്? 20 എണ്ണം ഇൻഡു അല്ലെ /2 എന്ന് പറയുന്നതാണ് ആ നാച്ചുറൽ നമ്പേഴ്സിന്റെ സം കാണാനുള്ള ഇക്വേഷൻ. എന്നിട്ട് എന്ത് ചെയ്യാം? ആ കിട്ടിയ ആൻസറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? എണ്ണം കൊണ്ട് ഹരിച്ചാ പോരെ? 20 എന്ന് പറയുന്ന എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഈ ഒരു ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നമുക്ക് ഈ 2നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടെ 10 ആക്കാം. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? 8 × 210 ആണോ? അതെ. 8 × 210/20. ഓക്കെ, ഈ 0 ഇവിടുത്തെ 210ന്റെ ഈ 0 വെട്ടിച്ചേർന്നാക്കാം. വെട്ടിക്കളയാം. 210 ഉണ്ട് അവിടെ. 0 വെട്ടിപ്പോയി. ഈ 2നെ നമുക്ക് 8 കൊണ്ട് വെട്ടി 4 ആക്കാം. ഓക്കെ, ഇനി ബാക്കി എന്താ ഉള്ളത്? 4ഉം 21ഉം. 210ന്റെ 21 അവിടെ കിടക്കേണ്ട 0 മാത്രമേ വെട്ടിയിട്ടുള്ളൂ. 4 × 21 84. 84 is the answer. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കാണേണ്ടത് 8ന്റെ 20 വരെയുള്ള ഗുണിതങ്ങൾ, 20ാമത്തെ ടേം വരെയുള്ള ഗുണിതങ്ങളുടെ തുക കാണാനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8, 16, 24, 32, 46 എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ കൂട്ടി എഴുതാൻ പറ്റുമോ? 20 വരെ 160നെ കൂട്ടാൻ പറ്റുമോ? അതിന്റെ ആവശ്യമില്ല. അതിന് പകരം നമ്മൾ 8ന്റെ മൾട്ടിപ്പിൾ ഏത് സംഖ്യയുടെ ഗുണിതമാണോ ആ സംഖ്യനെ അങ്ങോട്ട് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളത് ഉള്ളിൽ 1 + 2 + 3 എത്ര വരെയുണ്ടോ അതുവരെയുള്ളത് അങ്ങോട്ട് എന്താ പറയാ ആഡ് ചെയ്യാം ബ്രാക്കറ്റിനകത്ത്. അപ്പൊ അത് കിട്ടുന്നത് 1 + 2 + 3 കണ്ടിന്യൂസ് ആയിട്ട് 20 വരെയുള്ളതായതുകൊണ്ട് 20 പദങ്ങളുടെ തുക അങ്ങോട്ട് കണ്ടാൽ മതി. 20 പദങ്ങളുടെ തുക കാണുക, കിട്ടിയ ആൻസർ 8 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആണോ?
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വേറെ കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫസ്റ്റ് 20, sorry, find the average of first 20, find the average of first 20 multiples of 6, multiples of 6. 6ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി കാണുക. 6ന്റെ ആദ്യത്തെ 20 ഗുണിതങ്ങളുടെ ശരാശരി കാണുക, കണ്ടുപിടിക്കുക. ഒരെണ്ണം അതുപോലെ തന്നെ വീണ്ടും ഒരെണ്ണം കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും, അതിന് വേണ്ടിയിട്ടാ. $63 ആണെന്നാണ് പറഞ്ഞേക്കണേ. എല്ലാവർക്കും അത് തന്നെ കിട്ടിയോ നോക്കിയേ. $63 കിട്ടിയ എല്ലാവർക്കും? അതെ. ഓക്കെ, സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഏതാട്ടാ, ഒരെണ്ണം കൂടി വേഗം എഴുതിക്കോ. ഒരു വ്യാപാരിയുടെ 5 മാസത്തെ വരുമാനം, ചെയ്തോ, ഒരു വ്യാപാരിയുടെ 5 മാസത്തെ വരുമാനം ഈ പറയുന്നത് കോമന്റ് ചെയ്യുക. 2000 രൂപ, 2000 രൂപ, 2225 രൂപ, 2225 ആണ്. 2225 രൂപ, 2300 രൂപ, 2100 രൂപ, 2200 രൂപ, 2200 രൂപ 5 ദിവസത്തെയാണ്. 6 മാസത്തെ ശരാശരി വരുമാനം, 6 മാസത്തെ ശരാശരി വരുമാനം 2250 എങ്കിൽ, 2250 എങ്കിൽ 6-ാം മാസത്തെ വരുമാനം എത്ര? 6-ാം മാസത്തെ വരുമാനം എത്ര? 5 മാസത്തെ വരുമാനം ഓരോന്നും ഇങ്ങനെ നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? 5 ദിവസത്തിന്റെ ശരാശരി കാണുക. ഓക്കെ, 6 മാസത്തെ ശരാശരി വരുമാനം തന്നിട്ടുണ്ട്, 6 മാസത്തെ ശരാശരിയാണ് തന്നത്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ തുക കാണാം. ഓക്കെ, ഈ രണ്ട് തുകകളും തമ്മിൽ മൈനസ് ചെയ്താൽ 6-ാം മാസത്തെ വരുമാനം കിട്ടുമല്ലോ. ഒരെണ്ണം അവിടെ മിസ്സിംഗ് ആണ്. 5 മാസത്തെ തന്നിട്ട് 6 മാസത്തെ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് തമ്മിൽ കുറയ്ക്കുക. ഇതേ വേഗം. അഞ്ച് മാസത്തിന്റെ തുക കണ്ടുപിടിച്ചിട്ട് 6 മാസത്തിന്റെയും തുക കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന നമ്പേഴ്സിൽ ആഡ് ചെയ്താൽ മതിയല്ലോ 5 മാസത്തെ വരുമാനം കാണാൻ. $2675. എല്ലാവർക്കും തന്നെയാണോ കിട്ടിയത്? കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം.
ഓക്കെ, കിട്ടിയിട്ടുണ്ടാവും അല്ലെ എല്ലാവർക്കും? ഇല്ലാത്തതില്ല, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ശരാശരി ഇത്രയൊക്കെയാണ് ചോദിക്കുക. ഈ പരമാവധി എന്താ പറയാ, ഇതുപോലെ ശരാശരി ഒരാൾ കൂട്ടിച്ചേർക്കുമ്പോ ഒരാൾ കുറഞ്ഞു പോകുമ്പോ പിന്നെ വേഗതകളുടെ ശരാശരി കാണാൻ, ഈ പറഞ്ഞ പോലെ ഇപ്പം ഗുണിതങ്ങളുടെ ഇത് കാണാൻ, കെയുടെ വില അല്ലെങ്കിൽ എക്സിന്റെ വില കാണാൻ, ഇതൊക്കെയാണ് മാക്സിമം ഇതിനകത്ത് നിന്നൊക്കെ ചോദിക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നത്. പിന്നെ സംഖ്യകളുടെ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ഒക്കെ കേട്ടാ. എണ്ണസംഖ്യകളുടെ ആണെങ്കിൽ എണ്ണസംഖ്യകളുടെ തുക കാണാൻ എണ്ണ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യാം. ഒറ്റ സംഖ്യകളുടെ ആകുമ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ അതിന്റെ ഇക്വേഷനിൽ കൊടുത്ത് ചെയ്തിട്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇരട്ട സംഖ്യകളുടെ ആണെങ്കിൽ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഇക്വേഷനിൽ കൊടുത്തിട്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര എണ്ണം ഉണ്ടോ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ബൈ ബൈ. താങ്ക് യു മിസ്. താങ്ക് യു.